ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിലും ഓരോ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘത്തിൽ നാലാമത്തെ ഒരു സംഘത്തെ നേതൃത്വം വഹിക്കുന്നത് ശശി തരൂരാണ് നമ്മുടെ. അപ്പോൾ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ വിദേശ പര്യടനത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഓരോ രാജ്യത്തെയും നമ്മുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ദൗത്യമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി. അത് സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങളൊക്കെ ഇതിനു മുമ്പാണെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ശശി തരൂരിൻ്റെ ഒരു സംഘത്തിലേക്ക് അദ്ദേഹത്തെ ഒരു തലവനാക്കി നിയോഗിച്ചതിൻ്റെ കാരണങ്ങളൊക്കെ എന്തുദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പലതവണയായിട്ട് ചർച്ച ചെയ്തതാണ് അല്ലേ? അതെ, ശരിക്കും ഈ ശശി തരൂരിന്റെ സംഘത്തിനെ കുറിച്ചിട്ട് വന്നപ്പോഴത്തേക്കും വലിയ രീതിയിൽ അതൊരു വിവാദമായിട്ടുണ്ടായിരുന്നു. മറ്റൊരു തരത്തിൽ ഇതേ ഒരു കാര്യം പോയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ശശി തരൂരിനെ ചെയ്തു, അല്ലെങ്കിൽ BJP ചായ്വാണോ, അങ്ങനത്തെ രീതിയിലെല്ലാം വിവാദമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ട് മറ്റു രാജ്യങ്ങളിലെ ഒരു അവയർനെസ്, അല്ലെങ്കിൽ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് മറ്റു രാജ്യങ്ങളിലുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഘങ്ങളാണ് അദ്ദേഹം നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാളാണ്, അല്ലെങ്കിൽ ആ സംഘത്തെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ടാണ്, തലവനായിട്ടാണ് ശശി തരൂർ ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ US-ലാണ്. അദ്ദേഹം യു എസിലാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു വാർത്താ സമ്മേളനം നമ്മളെ എല്ലാവരെയും വളരെ കൗതുകത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ആ ഒരു വാർത്താ സമ്മേളനത്തെ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാർത്താ സമ്മേളനം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഈ ഒരു ചുമതല, ഇത്രയും വലിയൊരു ചുമതല അദ്ദേഹത്തിന് ഏൽപ്പിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി മനസ്സിലാവുന്ന ഒരു എന്താ പറയുക സംഭാഷണം കൂടിയായിരുന്നു അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ കണ്ടത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ അദ്ദേഹം ആദ്യം പറയുന്നത് അതൊരു ഹിന്ദുത്വപരമായിട്ട്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ മാത്രം ആക്രമിച്ചുകൊണ്ട് അത്തരത്തിലൊരു ഭീകര പ്രവർത്തനം അല്ലെങ്കിൽ വർഗീയപരമായിട്ട് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ഈ ഒരു ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പെഹൽഗാമിൽ നടന്ന ഒരു ഭീകരാക്രമണം കാരണം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതായിരുന്നു. പക്ഷെ അത്തരത്തിലൊന്നും നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചില്ല. അതിന് പകരമായിട്ട് ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യക്കാരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു ചെയ്തത്. അല്ലാതെ അവർ ഭീകരവാദികൾ ആഗ്രഹിച്ച പോലെ ഇന്ത്യയിൽ ഒരു വർഗീയപരമായിട്ടുള്ള പ്രശ്നങ്ങളോ മറ്റു തരത്തിൽ ഒന്നും തന്നെ ഉടലെടുക്കാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തെ മുൻനിർത്തി തന്നെയാണ് ഈ ഒരു എന്താന്ന് പറയുക നമ്മളിപ്പോൾ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നതും അവരുടെ എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നതിൻ്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ചുമതല അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അവിടെ പോയിട്ട് ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നത് ഭീകരവാദികൾ ഇന്ത്യയിൽ കടന്ന് ആക്രമിച്ച് നമ്മുടെ ഇന്ത്യയിലെ ആളുകളെ അവരുടെ മതം ചോദിച്ച് അതിക്രൂരമായിട്ട് തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതും നമ്മളെ സ്ത്രീകളെ മാത്രം മാറ്റി നിർത്തി പുരുഷന്മാരെ മാത്രമാണ് ഈ ഒരു എന്താ പറയുക ഒരു ഭീകരവാദികളെ ലക്ഷ്യമിട്ടത്. എന്നിട്ട് അങ്ങനെയാണ് പ്രതികാരം ചെയ്തത് എന്നുള്ളതൊക്കെ നമ്മൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. 26 പേരെയാണ് അന്ന് അവർ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തെ എങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങൾ പുറമേയിൽ നിന്നും കണ്ട് മനസ്സിലാക്കിയത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ശശി തരൂരിനെ അങ്ങോട്ട് ചുമതലപ്പെടുത്തിയത്. അദ്ദേഹം അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ എത്തരത്തിലാണ് അവിടെ പാകിസ്ഥാനിലെ എവിടെയാണ് അവർ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ ഉറവിടം എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അതിന് അവരെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്ത്യ ഒന്നടങ്കം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത്. അതും അദ്ദേഹം ആ ഒരു വാക്കുകൾ പറഞ്ഞതും അതും വളരെ വ്യക്തമായിട്ടും അതുപോലെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് സാഹിത്യപരമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്തത്. ശരിക്കും ഇങ്ങനെ അദ്ദേഹത്തിന് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ ശശി തരൂരിന് പലതരത്തിൽ അല്ലെങ്കിൽ വിദേശ തലത്തിൽ പല താല്പര്യങ്ങളുണ്ട്. അതായത് വിദേശ തലത്തിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൗഹൃദ ബന്ധങ്ങളും കൂടുതലായിട്ടുള്ളത് വിദേശത്ത് തന്നെയാണ്. അതെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തില് ശശി തരൂർ എംപിനെ ഈ ഒരു സംഘത്തിൽ നിയമിച്ചതും അതിന്റെ ഒരു തലവനായിട്ട് നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഒരുപാട് എന്താ പറയുക ആകാംക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ആയാലും വളരെയധികം മെച്ചപ്പെട്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ളൊരു ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നമ്മളെ പ്രസന്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ ഈ സ്പീച്ച് തന്നെ ആയാലും നല്ല രീതിയിൽ അത് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്ന
വളരെയധികം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വേയിലൂടെയാണ് അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ശരിക്കും ഓപ്പറേഷൻ സിന്ദൂർ എന്നും ഓപ്പറേഷൻ സിന്ദൂർ മൂലം നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടായ കാര്യം അല്ലെങ്കിൽ എന്തായിരുന്നു പെഹൽഗാമിൽ സംഭവിച്ച കാര്യം എന്നും വളരെ കൃത്യമായിട്ട് എങ്കിൽ ഒരു തമാശ രൂപേണ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെയായിരുന്നു പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. ഭീകരവാദം കൊണ്ട് ഒരിക്കലും നമ്മുടെ ഇന്ത്യയെ നശിപ്പിക്കാൻ സാധിക്കില്ല, ആർക്കും സാധിക്കില്ല. അത് നമ്മുടെ ഒരു സൗഹൃദം അല്ലെങ്കിൽ നമ്മളെ ഒരു കൂട്ടായ്മ അങ്ങനെയാണ്. രാഷ്ട്രീയം ഒന്നുമില്ലാതെ നമ്മൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേറൊരു പാർട്ടി ആയതുകൊണ്ടും ഞാൻ അതൊന്നും നോക്കാതെ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത് എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഒരു പാർട്ടി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രതിനിധി എന്ന നിലയിലല്ല അദ്ദേഹം സംസാരിക്കാറ്. അദ്ദേഹം രാജ്യം അല്ലെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പൗരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറ്. ഈ ഒരു വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ അമേരിക്കയിൽ പോയ സമയത്താണെങ്കിലും ട്രംപിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രംപിനെ കുറിച്ചിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ നയങ്ങളെ കുറിച്ചിട്ടും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കലും ഈ ഒരു അമേരിക്കയിലെ ഒരു പൗരനല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സംസാരിക്കാനോ അല്ല ഞാനിവിടെ വന്നത്. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാം, ഇന്ത്യയുടെ ഭാഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അത്തരത്തിലുള്ള സംസാര രീതികൾ തന്നെയാണ് നമ്മളെ എല്ലാവരെയും വളരെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷയം, അല്ലേ? അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പെഹൽഗാം ആക്രമണം ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് രാജ്യത്ത് അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിച്ചതാണ് എന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജമ്മു കാശ്മീർ രാഷ്ട്രീയക്കാർ മുതൽ സാധാരണക്കാർ വരെ ഐക്യദാർഢ്യത്തോടെ നിന്ന ഒരു സംഭവമായിരുന്നു, ഒന്നിക്കുകയും ചെയ്തു. റെസിഡൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായി തരൂർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. US-ഉം UN-ഉം ഭീകര സംഘടനയെ പ്രഖ്യാപിച്ച ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയെ 2023-24 വർഷങ്ങളിൽ ഇന്ത്യ UN ഉപരോധ സമിതിയിൽ ഉന്നയിച്ചിരുന്നെങ്കിലും പാകിസ്ഥാന്റെയും ചൈനയുടെയും ഇടപെടലുകൾ മൂലം UN സുരക്ഷാ കൗൺസിൽ ഈ വിഷയം തടസ്സപ്പെടുത്തിയതായി അദ്ദേഹം സ്പീച്ചിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അദ്ദേഹം വളരെ വ്യക്തമാക്കുന്നുണ്ട്, ഈ ഒരു ദൗത്യം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ദൗത്യം മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു ദൗത്യത്തെ അദ്ദേഹം ഈ ഒരു 3 വാക്കുകളിലൂടെയാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത്. ആ ഒരു 3 വാക്കുകളിലും അതിൻ്റെ പൂർണ്ണമായൊരു എന്താ പറയുക ഉത്തരം കടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, ഞാൻ പ്രതിപക്ഷ MP ആണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ആ ഒരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഈ ഒരു ടീമിലുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത്തരത്തിൽ സംസാരം പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വിവാദമൊക്കെ വന്ന സമയത്ത് അദ്ദേഹത്തിന് അതിനുള്ള ഒരു മറുപടി എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളല്ല, ഞാൻ പ്രതിപക്ഷത്തിലെ MP ആണ്, അതുകൊണ്ട് തന്നെ എന്ന് കരുതിയിട്ട് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറി നിൽക്കേണ്ട ആവശ്യവുമില്ല. അതിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുക അല്ലെങ്കിൽ ആ കാര്യം എന്താണോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ദൗത്യം അത് നല്ല രീതിയിൽ നിർവഹിക്കാനാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു നയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഓരോ നയങ്ങളും ഒരു തരത്തിലുള്ള സിമ്പതിയും കാണിക്കാതെയാണ് അദ്ദേഹം ഓരോ നയങ്ങളും എടുക്കാറ്. അപ്പോൾ ആ ഒരു നിലപാട് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനോടുള്ള ഒരു നിലപാടിനും അത് മാറ്റാൻ അദ്ദേഹത്തിന്റെ പല നിലപാടുകളിലും ഇന്ത്യയോടുള്ള പല നിലപാടുകളെയും മാറ്റി ചിന്തിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ സഞ്ജയ് ദാ നയിക്കുന്ന മറ്റൊരു സർവകക്ഷി യോഗം സിയോളിലെ ഇന്ത്യൻ അംബാസഡർ അമിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. 9 സംഘങ്ങളായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൽ 4ാമത്തെ സംഘമാണ് ഈ ശശി തരൂർ നയിക്കുന്നത്. മറ്റൊരു സംഘത്തിലുണ്ടായിരുന്ന സഞ്ജയ് ദാ ഇന്ത്യൻ അംബാസഡർ അമിത് കുമാറുമായിട്ട് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ആഗോള സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുകയാണ് ഈ സർവകക്ഷി സംഘത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു പല വിദേശ രാജ്യങ്ങളിലും പോയിട്ട് അവിടെ പോയി എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന കാര്യം വിസ്തരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പര്യടനം നടത്തിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്, ലഷ്കർ ഇ തോയ്ബയുടെ താവളങ്ങളെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്, അദ്ദേഹത്തിന്റെ ഭീകരവാദ സംഘടനകളെ മാത്രമാണ് നമ്മൾ ലക്ഷ്യമാക്കിയത്, അല്ലാതെ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഒരിക്കലും നമ്മൾ ലക്ഷ്യമാക്കി അവിടെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതിലൂടെ. കാരണം ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്ന കാര്യം അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെയാണ്, സാധാരണക്കാര ജനങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചത് എന്ന രീതിയിൽ. ആ സമയത്താണ് പലതരത്തിലും പാകിസ്ഥാൻ ഓരോ എന്താ പറയുക നിലപാടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രധാനമന്ത്രിയാണെങ്കിലും തന്നെ പലതരത്തിലുള്ള നിലപാടുകളാണ് ആ സമയത്ത്. അതും തെറ്റായ നിലപാടുകളാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരതൊന്നും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലേ? ഇത് ചില രാജ്യങ്ങളെങ്കിലും അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു മിഥ്യാധാരണകളെ എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിദേശ പര്യടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഘത്തിന്റെ തന്നെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ്. എന്താണ് ഓപ്പറേഷൻ
ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഉദ്ദേശമാക്കിയിട്ടുള്ളത്, എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ മൂലം ലഭിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് പാകിസ്ഥാൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു കാര്യത്തിലൂടെ ഈ ഒരു സംഘം പറയുന്നത്. അതേപോലെ തന്നെയാണ് US-ഉം UN-ഉം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ തോയ്ബയുമായുള്ള ബന്ധം. ഈ സംഘടനയെ 2023-24 വർഷങ്ങളിൽ ഇന്ത്യ UN ഉപരോധ സമിതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ പാകിസ്ഥാനെയും ചൈനയും ഇടപെടുന്നത് മൂലം UN സുരക്ഷാ കൗൺസിലിൽ ഈ വിഷയം തടസ്സപ്പെടുന്നതായി ആണ് ചെയ്തത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുണ്ടായത്. കാരണം എപ്പോഴും പാകിസ്ഥാൻ എപ്പോഴും ഒരു എന്താ പറയുക ബലം എന്ന് പറയുന്നത് ചൈനയും മറ്റ് രാജ്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പഹൽഗാം ആക്രമണത്തിലാണെങ്കിലും നമ്മുടെ കൂടെയായിരുന്നു. ഭൂരിഭാഗം രാജ്യങ്ങളെല്ലാം നമ്മുടെ കൂടെയായിരുന്നു. പക്ഷെ അവർക്ക് പല തരത്തിലുള്ള സപ്പോർട്ടുകളും ചെയ്യുന്നത് ചൈനയിൽ നിന്നൊക്കെ പലതരത്തിലുള്ള സപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഈ സമയത്ത്. അതെ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പീച്ച് നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സ്പീച്ചിന് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു സർക്കാരിന് വേണ്ടിയല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാനൊരു പ്രതിപക്ഷ MP ആണ്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം BJP പ്രതിനിധി അല്ല അദ്ദേഹം ഒരിക്കലും. അദ്ദേഹം കോൺഗ്രസിലെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു പ്രതിപക്ഷ പാർട്ടിയിലെ ഒരു MP ആണ്. എന്നാലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ 9 ഭീകരർക്കെതിരെ നമ്മൾ നടത്തിയ ആക്രമണത്തെ ഞാൻ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിന് പിന്തുണ നൽകുന്നു. ഞാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു എന്താ പറയുക രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ മുൻനിർത്തിയല്ല പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പൗരൻ എന്ന നിലയിലാണ് ആ ഒരു പ്രസംഗത്തിൽ മുഴുവനും അദ്ദേഹം സംസാരിച്ചത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ മാത്രമാണ്. അതെ, അദ്ദേഹത്തിന്റെ ദൗത്യം എന്താണോ അത് മാത്രമാണ് ക്ലിയർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള വിവാദങ്ങളെയും അദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട്. അതായത് ഒരിക്കലും BJPക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടായിട്ട് ഇറങ്ങി തിരിച്ച ഒരാളല്ല. കാരണം അത് നമുക്ക് അറിയാൻ പറ്റും, ഈ ഒരു സംഘത്തിലുള്ളത് പല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണ് ഈ ഒരു സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അവരാരും തന്നെ BJPക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരല്ല. ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്, ആ ഒരു സംഭവത്തിൽ എന്താണ് ആ ഒരു സംഘർഷാവസ്ഥ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇന്ത്യ അതിനെ പ്രതിരോധിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘമാണ്. അതുപോലെ തന്നെയാണ് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു എന്താ പറയുക ഇടപെടൽ, അങ്ങനത്തെ കാര്യങ്ങളെ ഒക്കെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായും ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ഇന്ത്യ അതിനെതിരെ നടത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നീക്കങ്ങളെക്കുറിച്ചും നമ്മുടെ ആർമിയെ കുറിച്ചിട്ടും എല്ലാം തന്നെ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീച്ചിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അത്തരത്തിൽ തന്നെ ഇദ്ദേഹം ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന വാക്കുകളെല്ലാം തന്നെ വളരെയധികം നല്ല രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ അമേരിക്കയ്ക്കായാലും ഇപ്പോൾ US-ലാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവണം എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടാകുന്നത്. അദ്ദേഹം ആ സ്പീച്ച് അവസാനിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ വഴി ഇന്ത്യ ശക്തമായൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്നാണ്. അത് പാകിസ്ഥാനും അതുപോലെ മറ്റ് രാജ്യങ്ങളും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ അത് ഇന്ത്യയിലെ പാർട്ടി നിന്ന് പോലും നോക്കാതെ എല്ലാവരും ഒരുമയോട് നിന്ന് ആ ഒരു ഭീകരർക്കെതിരെ പോരാടും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു നിർത്തിയിരിക്കുന്നത്, അവസാനിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം അങ്ങനെയാണ്. ഏത് മാർഗ്ഗേന ഞങ്ങളത് സ്വീകരിച്ചിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ശക്തി, ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് എല്ലാ രാജ്യങ്ങളും ഈ ഒരു പഹൽഗാം ആക്രമണത്തിലൂടെയും അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് അത്രമാത്രം ഒരു പ്രാധാന്യം കൽപ്പിച്ചിട്ടാണ് ഈ ഒരു രാജ്യ സന്ദർശനങ്ങൾക്കാണെങ്കിലും നേതൃത്വം വഹിച്ചതിനും എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി കറക്റ്റായ ഒരാളെ തന്നെയാണ് നിയോഗിച്ചത് അല്ലേ. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു വ്യക്തിയെ തന്നെയാണ് നിയോഗിച്ചത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നതുണ്ട്. രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം പോയതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും ശശി തരൂർ എന്ന MP ഇപ്പോഴും മുമ്പിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയും അദ്ദേഹം കൂസൽ വെക്കുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലേ.